അനിൽ നമ്പ്യാരോട് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ജനസഭയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ചോദിച്ചു നമ്മൾ തമ്മിൽ എത്ര വർഷത്തെ പരിചയമുണ്ടെന്ന്. പറഞ്ഞ മനസ്സിലെ എന്തായാലും ഒരു പതിറ്റാണ്ടിലേറെ ബന്ധമുണ്ട് നമ്മൾ തമ്മിൽ. അതെ, ജനൻ TV തുടങ്ങിയ സമയം തൊട്ട് ഞാൻ ചർച്ചയ്ക്ക് വരുന്നതാണ്. ഞാൻ അതിന് മുമ്പേ ചർച്ചയ്ക്ക് വരുന്നതാണ്. ഞാൻ ജനിച്ചതും ഞാൻ എൻ്റെ കാര്യം പറയുന്നത് ശരിയല്ല, എൻ്റെ ആവശ്യമുള്ള കാര്യമല്ല. എങ്കിലും പ്രിൻറ്റു നമ്മുടെ രാഷ്ട്രീയം രണ്ടാണെന്നല്ലേ ഉള്ളൂ. അദ്ദേഹവും ഈശ്വരവിശ്വാസിയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ എൻ്റെ കുടുംബം ഇരിക്കുന്ന സ്ഥലം SNDP യോഗം രൂപീകൃതമായ പഞ്ചായത്തിൽ ജനിച്ച ഒരാളാണ് ഞാൻ. അതിൻ്റെ തുടക്കം കുറിച്ച സ്ഥലത്ത് ജനിച്ച ഒരാളാണ് ഞാൻ. പഠിച്ച സ്കൂളും എൻ്റെ സ്കൂളിരിക്കുന്ന ക്ഷേത്രവും എൻ്റെ വീടുമായിട്ട് 50 മീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. സ്വാഭാവികമായി ആറ്റിലിറങ്ങി കുളിച്ച് അമ്പലത്തിൽ കയറി തൊഴുത് മഹാദേവനെ വണങ്ങി വീട്ടിലോട്ട് പോയത് ഞാൻ അറിഞ്ഞതല്ല, എൻ്റെ മുൻഗാമികളോടൊപ്പം ചെയ്ത് ശീലിച്ച പ്രക്രിയ തുടരുന്നു. അന്നേ കുറിയുണ്ട്, ഇപ്പോഴും ഉണ്ട് കുറി. എന്തായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മത്സരിച്ചാലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മത്സരിച്ചാലും പരസ്യമായി പറയുന്നതിന് ഒരു മടിയില്ല. എൻ്റെ വിശ്വാസമോ എൻ്റെ ആചാരങ്ങളോ അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പഞ്ചായത്ത് മെമ്പറായത് 25 വർഷം മുന്നേ. ഞാൻ ഇനി നാളെ നിയമസഭയായാലും പാർലമെൻ്റ് ആയാലും മരണം വരെ എൻ്റെ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ മാറ്റാൻ ഞാൻ എന്തിൻ്റെ പേരിലും ഞാൻ ഉദ്ദേശിക്കുന്ന ഒരാളല്ല. അങ്ങനെ എനിക്കൊരു ജനപ്രതിയാകേണ്ട, അതാണ് എൻ്റെ ഓപ്പൺ സ്റ്റാൻഡ്. അതുകൊണ്ട് അത് വിട്ടേരെ, അത്തരം ബാലിശമായ ചർച്ചകളിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മളിവിടെ പറഞ്ഞ മറ്റ് രാഷ്ട്രീയം നമുക്ക് ചർച്ച ചെയ്യാം. രാഷ്ട്രീയം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ സ്ത്രീ പ്രവേശന വിഷയം, വിശ്വാസം, അതിനുവേണ്ടി BJP എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ സംഘടനകൾ എടുത്തിട്ടുള്ള മാഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു. പ്രിൻറ്റു അംഗീകരിക്കുമോ എന്നറിയത്തില്ല. എന്തായാലും RV ബാബു നിഷേധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. സുപ്രീം കോടതിയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിധിയുണ്ടായതിൻ്റെ തൊട്ടു പിറ്റേ ദിവസം ഇറങ്ങിയ ജന്മഭൂമി പത്രം മതി നിങ്ങളുടെ ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും മറുപടി പറയാൻ. സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ച നിലപാടെടുത്ത അതിനുവേണ്ടി നിയമ പോരാട്ടം നടത്തിയ ആളുകൾ നിങ്ങളാണ്. മനസ്സിലായില്ലേ? നിങ്ങളാണ് പോരാട്ടം നടത്തിയത്, അല്ല ഞങ്ങളല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സ്ത്രീ പ്രവേശനത്തിനെതിരായി 10നും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ പ്രവേശിക്കുന്ന അവിടുത്തെ ആചാരങ്ങൾക്ക് നിരക്കുന്നതല്ല എന്ന് നിലപാടെടുത്ത് അഫിഡവിറ്റ് കൊടുത്ത പാർട്ടിയുടെ പ്രതിനിധിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സുപ്രീം കോടതിയിൽ കേസ് നടത്തി സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ പോയ പാർട്ടിയുടെ പ്രതിനിധിയല്ല. അത് വന്നപ്പോൾ സ്വാഗതം ചെയ്ത സംഘപരിവാറിൻ്റെ പിന്നണിക്കാരനല്ല ഞാൻ. അതുകൊണ്ട് രാഷ്ട്രീയം പറയുവാണെങ്കിൽ കൃത്യമായ ബോധ്യത്തോടു കൂടി ചർച്ചയിൽ പങ്കെടുക്കണം. ഇനി രണ്ട് BDJS ഉണ്ടായ ചരിത്രമൊക്കെ എനിക്ക് നല്ല ബോധ്യമുള്ള ആളാണ് പ്രിൻറ്റു. നല്ല ബോധ്യമുണ്ട് BDJS ഉണ്ടായത് എന്നാണ്, എങ്ങനെയാണ് വോട്ട് വന്നത്, അതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. അയ്യപ്പ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കോലാഹലങ്ങൾ നടന്ന സന്ദർഭത്തിൽ ഇതിൻ്റെ തുടക്കം, അതിലാദ്യത്തെ സ്റ്റേറ്റ്മെൻ്റാണ് ശ്രീധരൻപിള്ള പറഞ്ഞത്. ഗവർണറായിരിക്കുന്ന മുൻ BJP പ്രസിഡന്റ് പറഞ്ഞത്, ഈ ശബരിമല വിഷയം BJP സുവർണാവസരമായി ഉപയോഗിക്കണമെന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് BJP. മനസ്സിലായില്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു നേതാവും അങ്ങനെ ആവശ്യം ഉന്നയിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു കലഹം, ഞങ്ങൾ തെരുവിൽ പോരാട്ടം നടത്തി, ഞങ്ങൾ അടിക്കടി എന്നുള്ള നിലയിൽ തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നതുപോലെ ഞങ്ങൾ നിന്നു. ഞാൻ നിഷേധിക്കുന്നില്ല, എനിക്ക് അതിനോട് വിയോജിപ്പില്ല. നിങ്ങൾ നിന്നിട്ടുണ്ടതേ. ഞങ്ങൾ അധികാരത്തിലിരുന്ന പാർട്ടിയാണ്. എപ്പോ ഈ കേസ് കോടതിയിൽ നടക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട വഴിയിലിറങ്ങി മുണ്ടും മടക്കി കുത്തി ഗുണ്ടായിസം കാണിക്കുന്നതിനേക്കാൾ പ്രധാനം ഇരിക്കുന്ന ഭരണസമിതി എടുക്കുന്ന ഇച്ഛാശക്തിയുള്ള തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉമ്മൻചാണ്ടി സാർ സത്യവാങ്മൂലം കൊടുത്തത് ഈ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി. മനസ്സിലാക്കിയോ? ഞങ്ങൾ എന്തിനാ കവലെ പോയി ഗുണ്ടായിസം കാണിക്കുന്നത്? പിന്നെ ഇന്ത്യയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെയുണ്ട്, കോടതി ഇവിടെയുണ്ട്. ആ കോടതിയിൽ പോയി സ്ത്രീ പ്രവേശന വിഷയത്തിൽ സ്റ്റേ വാങ്ങാൻ വേണ്ടി കേസ് കൊടുത്താരാ? പ്രയാർ ഗോപാലകൃഷ്ണൻ, പെറ്റീഷണർ പ്രയാർ ഗോപാലകൃഷ്ണൻ, അന്നത്തെ പ്രതിപക്ഷ നേതാവ്. നിങ്ങൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യണ്ട. എന്റെ പൊന്ന അനിൽ നമ്പ്യാരെ, നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ അവമാനിക്കാൻ ശ്രമിക്കരുത്. അത് ശരിയല്ല. നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ അമ്മ പങ്കെടുത്തിട്ടുണ്ടല്ലോ. അവർ കൊണ്ടേയല്ലോ, ആണോ? അല്ലല്ലോ. എത്രയോ അമ്മമാർ പങ്കെടുത്തിരിക്കുന്നു, സഹോദരിമാർ പങ്കെടുത്തിരിക്കുന്നു, വിശ്വാസികൾ പങ്കെടുത്തിരിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞതാ, ഇവിടെ പ്രിന്റുവിന്റെ പരാമർശമാണ് അതിന് കാരണം. പ്രിന്റുവിന്റെ പ്രമാശമാണ്. ഞങ്ങൾ തെരുവിൽ യുദ്ധം ചെയ്തവരാണ്. ആര് യുദ്ധം ചെയ്തു? BJP-ക്കാർ ഗുണ്ടായിസം കാണിച്ചു എന്നല്ലേ ആ പറയുന്നതിനർത്ഥം? അല്ലേ? ഞങ്ങൾ അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ എന്തുകൊണ്ട് കാണിക്കണ്ട?
എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ പോയി? പറയട്ടെ, തെരുവിൽ ഞങ്ങൾ തെരുവിൽ ഞങ്ങൾ അടരാടി എന്ന് പറയുന്നതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. തെരുവിൽ അടരാടേണ്ടത് അല്ലല്ല. നിങ്ങൾ പറഞ്ഞതിൽ ഞാൻ ഇടപെട്ടില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞിട്ട് പറ. ഇത് BJP ചാനലാണെന്ന് എനിക്ക് അറിയാന്നേ. BJPയുടെ ചാനലാണ്, BJP ചാനലാണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടല്ലേ ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്നോട് സൗമനസ്യമോ മര്യാദ കാണിക്കണം. നിങ്ങൾ ആ കാര്യത്തിൽ സൗമനസ്യം കാണിക്കണം, മര്യാദ കാണിക്കണം. രാഷ്ട്രീയ എതിരാളികളോട് മിനിമം റെസ്പെക്ട് ആകാം. എന്നെ ആനയിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം തരണം. അനിൽ നമ്പ്യാർ പറഞ്ഞോളൂ സാർ. അല്ല, ഞാൻ പറഞ്ഞത് തെരുവിൽ ഞങ്ങൾ യുദ്ധം ചെയ്തോ എന്ന് ചോദിച്ചാൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരനാണ് ആദ്യമായി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ജനനേതാവ് പമ്പയിലെത്തി പോലീസ് എന്ന് പറയുന്ന IPS ഓഫീസർ രതീഷ് ചന്ദ്രയ്ക്കെതിരായി കാർക്കശമുള്ള നിലപാടെടുത്തത്. ശബരിമലയിൽ ശ്രീ കെ സുധാകരൻ ഡയറക്റ്റ് ഇറങ്ങി പമ്പയിൽ പോയി വളരെ പ്രത്യക്ഷമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുകയും അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട രേഖകൾ ഞാൻ വിവരാവകാശ നിയമം നിങ്ങൾക്ക് അയച്ചു തരാം. അത് പ്രകാരം അപേക്ഷയിൽ ഉത്തരവുണ്ട്. 1ാമത്തെ കേസ് രജിസ്റ്റർ ചെയ്ത് ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷൈജു ആണ് ആദ്യത്തെ ശബരിമല വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞു പോകല്ലേ. ഞങ്ങൾക്ക് സുപ്രീം കോടതിയിൽ പോകാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. പമ്പയിൽ സത്യാഗ്രഹം നടത്താൻ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. സത്യവാങ്മൂലം കൊടുക്കാൻ ഉമ്മൻചാണ്ടിയെ പോലൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ വിഷയത്തിൽ പൊതുനിരത്തിൽ ഇറങ്ങി സമരം ചെയ്തപ്പോൾ ആ സമരത്തിന് തുടക്കം കുറിക്കാൻ കെ സുധാകരനെ പോലൊരു KPC പ്രസിഡന്റ് ഉണ്ടായിരുന്നു. കേസ് കൊടുക്കാൻ വേണ്ടി അന്നത്തെ പ്രതിപക്ഷ നേതാവായി പിന്നീട് വന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല സുപ്രീം കോടതിയിൽ കേസ് നടത്താൻ പോയ ആളാണ്. പൊളിറ്റിക്കലായി ഞങ്ങളെല്ലാം ആ കാര്യത്തിൽ നിലപാടെടുത്ത ആളാണ്. അതുകൊണ്ട് ഞങ്ങൾ തെരുവിലുണ്ടായിരുന്നോ? ഞങ്ങളുടെ പേരിൽ കേസുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസികളെല്ലാം BJPക്കാരല്ലെന്നേ. വിശ്വാസികളെല്ലാം CPMകാരുമല്ല, വിശ്വാസികളെല്ലാം കോൺഗ്രസ്സുകാരുമല്ല. പല ആളുകൾക്കെതിരെ കേസുണ്ട്. രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന പല നേതാക്കൾക്കെതിരെ കേസുണ്ട്, BJPക്കാർക്കെതിരെ കേസുണ്ട്. അതിന് ഞാൻ എന്തിനെതിരെ പറയണം? എനിക്കതിനെതിരില്ലല്ലോ. നിങ്ങൾ ചെയ്തിട്ടുള്ള സമരങ്ങളെ ഞാൻ ചലഞ്ച് ചെയ്തില്ലല്ലോ. ചലഞ്ച് ചെയ്തോ? പക്ഷെ ഞങ്ങൾ തെരുവിൽ യുദ്ധം ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെരുവിലല്ലായിരുന്നത്. ഞങ്ങൾ ഭരണത്തിലുള്ളപ്പോഴും പ്രതിപക്ഷ പോരാട്ടം നടത്തുമ്പോഴും ഞങ്ങളുടെ പാർട്ടിയും ജനപ്രതിനിധികളും നേതാക്കളും വിശ്വാസികൾക്കൊപ്പം നിന്നുകൊണ്ട് സുപ്രീം കോടതിയിലും മന്ത്രിസഭയ്ക്കകത്തും എല്ലാ തലത്തിലും പ്രവർത്തിച്ചവരാന്നേ. ഞങ്ങൾ പൊതുനിരത്തിലും ഞങ്ങളുടെ ആളുകൾ ഉണ്ടായിരുന്നേ. നിങ്ങൾ അങ്ങനെ ഏകപക്ഷീയമായി ഹിന്ദുമത വിശ്വാസികളുടെ മുഴുവൻ കുത്തകപ്പാട്ടം BJPയും സംഘപരിവാറും ഏറ്റെടുക്കണ്ട. ഞങ്ങൾ ചരടും കെട്ടും, കുറിയും കെട്ടും, കാവിയും ഉടുക്കും. അതൊന്നും ആർക്കും പതിച്ചു കൊടുത്തിട്ടില്ല. ഒരു BJPക്കാരനും പതിച്ചു കൊടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? ഇതൊരു മതേതര രാജ്യമാണ്. ഇതൊരു മതേതര രാജ്യമാണ്. ഇതൊക്കെ ഞങ്ങൾ ലക്ഷോപലക്ഷം എന്ന കോൺഗ്രസ് പ്രവർത്തകർ വിശ്വാസികളാണ്. ആ കാര്യത്തിലൊന്നും ഒരു തർക്കവും വേണ്ട. ഞങ്ങളുടെ പാർട്ടിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വാസികളുണ്ട്, മതേതര വിശ്വാസികളുണ്ട്, ഈശ്വര വിശ്വാസികളുണ്ട്, വിശ്വാസികളല്ലാത്തവരുണ്ട്. അവരെല്ലാം അവരവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഈ രാജ്യത്ത്. ഈ രാജ്യത്ത് ഓരോ വ്യക്തികൾക്കും അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും അഭിപ്രായം പറയാനും പറയാതിരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം ഉണ്ടെന്നേ. ആ സ്വാതന്ത്ര്യത്തെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് വെല്ലുവിളിയുടെ സ്വരം വേണ്ട, വിശ്വാസികളെ വേർതിരിക്കുന്ന ഒരു സമീപനം വേണ്ട. ഇവിടെ ആര് മുതലെടുപ്പ് നടത്താൻ വന്നാലും അതിനെ നഖശികാന്തം എതിർക്കാനും തിരിച്ചറിയാനുമുള്ള വിവേകം നിങ്ങൾ ചോദിച്ചല്ലോ. പ്രിന്റു ചോദിച്ചല്ലോ, അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ ആ പണിത ക്ഷേത്രം 3 ചോർന്നൊലിച്ചില്ലേ? അല്ല, രാമക്ഷേത്ര വിഷയം അത് തന്നെയാണ് ഞാൻ പറയുന്നത്. രാമക്ഷേത്ര വിഷയം നിങ്ങൾ പണിത ആ ക്ഷേത്രം ആചാരങ്ങൾക്ക് നിരക്കാത്തതായതുകൊണ്ടാണ് അത് ആദ്യ ദിവസം തന്നെ ചോർന്നത്. നിങ്ങളുടെ സ്ഥാനാർത്ഥി അവിടെ തോറ്റുന്നേ. നിങ്ങൾ BJP അയോധ്യ ക്ഷേത്രത്തിലെ പണ്ഡിറ്റിന്റെ മകൻ അവിടെ തെരഞ്ഞെടുപ്പ് തോറ്റു പറഞ്ഞു. അയോധ്യ രാമക്ഷേത്രം പണിതെടുത്ത് അതിന്റെ ചുവട്ടിൽ BJP സ്ഥാനാർത്ഥി തോറ്റന്നേ. BJP തോറ്റന്നേ. അവരുടെ റെയിൽവേ സ്റ്റേഷൻ തകർന്നു വിടുന്നേ. അവരുടെ ബസ് സർവീസ് നോക്കിയെന്നേ. അങ്ങോട്ട് പോയി ഭക്തന്മാർ പോകുന്നില്ലെന്നേ. നിങ്ങൾ മനസ്സിലാക്കണം, രാമനും സീതയും ഭരതനും ഒക്കെ നമ്മുടെ ചരിത്രത്തിന്റെയും പുരാണത്തിന്റെയും ഈശ്വരനായി കാണുന്നവരുണ്ട്. നിങ്ങളുടെ അസഹിഷ്ണുത നോക്കിക്കേ. ഞാൻ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ അസഹിഷ്ണുത
നോക്കിയേ. നിങ്ങളുടെ ഇതാണ് സംഘപരിവാറിന്റെ പ്രശ്നം. സഹിഷ്ണുതയില്ല. ഒരാളെ കേൾക്കാനുള്ള മനസാന്നിധ്യമില്ല. നിങ്ങൾക്ക് മനസാന്നിധ്യമില്ല. അയോധ്യയും പുരാണവും ഒക്കെ എനിക്കും അറിയാവുന്നേ. നിങ്ങൾക്ക് മാത്രമല്ല പുരാണം അറിയാവുന്ന, മഹാഭാരതവും ഭാഗവതവും ഒക്കെ അറിയാവുന്ന ആളാണ് ഞാനും. അതിന്റെ ഒരു അംശമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അത് വേണ്ട. അങ്ങനെ അസഹിഷ്ണുത പാടില്ല. ഒരു മിനിറ്റ് പോലും ഇല്ല. ഒരുപാട് പേരെ ഒരുപാട് സ്ഥലത്ത് കബളിപ്പിക്കാൻ കഴിയുന്നുണ്ടാവും. പക്ഷെ ഒന്ന് ഞാൻ പറയാം, അയോധ്യ ക്ഷേത്രം ഇരിക്കുന്നിടത്ത് ജനങ്ങളെ പോലും നിങ്ങളുടെ നിലപാട് വിശ്വസിപ്പിക്കാനായില്ല എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം.